നമസ്കാരം. മുനമ്പം വകഭൂമിയാണെന്ന നിലപാട് ആവർത്തിച്ചാണ് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ.എം. ഷാജി രംഗത്ത് വന്നത്. സാധുക്കലി തങ്ങൾ വിഷയത്തിൽ ഇടപെട്ടത് അത് വകഭൂമിയായതുകൊണ്ടാണ്. കേവലം ഭൂമി പ്രശ്നമായിരുന്നെങ്കിൽ ലീഗിന് എന്ത് റോളെന്നും ഷാജി ചോദിച്ചു. പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാടിനെ തള്ളിയാണ് ഷാജിയുടെ പ്രസ്താവന. മുനമ്പം വിഷയത്തിൽ ഇന്നലെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ നിലപാടിനെതിരെ ഷാജി രംഗത്തെത്തിയിരുന്നു. മുനമ്പത്തെ ഭൂമി വകഭൂമിയല്ലെന്ന് പറയാനാകില്ലെന്നും വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായമല്ല മുസ്ലിം ലീഗിനെന്നായിരുന്നു ഷാജിയുടെ പ്രസ്താവന. മുനമ്പം വിഷയം ഒരു വലിയ പ്രശ്നമാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിസ്സാരമായ ഒരു കാര്യമല്ല. അതിൽ വലിയ കോൺട്രവേഴ്സികൾക്ക് സാധ്യതയുണ്ട്. അത് വകഭൂമിയല്ലെന്ന് ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. മുസ്ലിം ലീഗിന് ആ അഭിപ്രായമില്ല. വകഭൂമിയല്ലെന്ന് പറയാൻ പറ്റില്ല. ഫാറൂഖ് കോളേജിന്റെ അധികൃതർ പറയുന്നത് അത് വകഭൂമിയല്ലെന്നാണ്. അത് പറയാൻ അവർക്ക് എന്താണ് അവകാശമുള്ളത്? ഇതായിരുന്നു ഷാജിയുടെ ചോദ്യം. അതേസമയം മുനമ്പം വിഷയത്തിൽ മുസ്ലിം ലീഗ് നേതാവ് കെ.എം. ഷാജി നടത്തിയ പ്രതികരണത്തിൽ മുസ്ലിം ലീഗ് നേതൃത്വം നിലപാട് വ്യക്തമാക്കണമെന്ന് ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മയായ ആക്സസ് ജനറൽ സെക്രട്ടറി ജോർജ് സെബാസ്റ്റ്യൻ ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കൈക്കൊണ്ട നിലപാടിനെ തള്ളിപ്പറഞ്ഞ ഷാജി തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. നവംബർ 18-ന് വരാപ്പുഴ അതിരൂപത ആസ്ഥാനത്ത് ലത്തീൻ കത്തോലിക്ക സഭയിലെ ബിഷപ്പുമാരെ സന്ദർശിക്കുവാനെത്തിയ മുസ്ലിം ലീഗ് നേതാക്കളുടെ നിലപാട് ആത്മാർത്ഥത ഉള്ളതാണെങ്കിൽ ഷാജിയുടെ പേരിൽ നടപടിയെടുക്കാനുള്ള തന്റേടം കാണിക്കണം. അല്ലാത്ത പക്ഷം മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ കാട്ടുന്നത് കാപട്യമാണെന്ന് കരുതേണ്ടി വരുമെന്നും ജോർജ് സെബാസ്റ്റ്യൻ പറഞ്ഞു. ഇതിനിടെ മുനമ്പം വകഭൂമി പ്രശ്നം 90 ദിവസത്തിനകം പരിഹരിക്കുമെന്ന സംസ്ഥാന സർക്കാരിന്റെ വാഗ്ദാനം വെറുതെയാണെന്ന് ബി.ജെ.പി. നേതാവും കേരള പ്രഭാരിയുമായ പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു. സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ 90 മാസം കഴിഞ്ഞാലും ഈ പ്രശ്നം പരിഹരിക്കാനാവില്ലെന്ന് ഇന്നലെ മുനമ്പം സമരവേദിയിലെത്തിയ അദ്ദേഹം പറഞ്ഞു. ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചതുവഴി മുനമ്പം വിഷയത്തെ പ്രാദേശിക വിഷയമാക്കി ഒത്തുതീർപ്പിലാക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള തന്ത്രം മാത്രമാണ്. വഖഫ് നിയമ ഭേദഗതിയിലൂടെ മാത്രമേ മുനമ്പം വിഷയത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ കഴിയൂ. ഭരണഘടനയ്ക്ക് മുകളിലുള്ള വഖഫിന്റെ അവകാശങ്ങൾ നിയമനിർമ്മാണത്തിലൂടെ പരിഹരിക്കും. പാർലമെന്റിന്റെ ബഡ്ജറ്റ് സമ്മേളനത്തിൽ തന്നെ വഖഫ് ഭേദഗതി നിയമം പാസാക്കുമെന്നും പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു. മുനമ്പം ഭൂമി പ്രശ്നം കൃത്യമായി സംയുക്ത പാർലമെന്ററി സമിതിയുടെ റിപ്പോർട്ടിൽ പരാമർശിക്കുമെന്ന് ജെ.പി.സി. അംഗവും സംസ്ഥാന സഹപ്രഭാരിയുമായ അപരാജിത സാരംഗി ഉറപ്പു നൽകി. ബി.ജെ.പി. സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, മൈനോരിറ്റി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ജിജി ജോസഫ്, അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് എന്നിവർ സംസാരിച്ചു.